ബോംബെ ഞങ്ങൾ വന്നത് ഒരു കല്യാണം കൂടാനാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതെ ഗൈസ്, ഇന്ന് ആ സുദിനം വന്നെത്തിരിക്കുകയാണ്. ഇന്ന് കല്യാണമല്ല, പക്ഷെ ഹൽദിയാണ്. ഇന്നാണ് അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് മുംബൈ എത്തിയത്. കുറെ മാസങ്ങൾക്ക് ശേഷം മിഴീനെ അദ്വിനെ ഒക്കെ കണ്ട അവരുടെ എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പൂപ്പനും അമ്മമ്മയ്ക്കും ഒക്കെ കൊച്ചുമക്കളോട് എപ്പോഴും ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ആണല്ലോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഹൽദി ഫംഗ്ഷനിലേക്ക് മഞ്ഞയിൽ കുളിച്ച് ഞങ്ങൾ എല്ലാവരും എത്തി. ഓസ്ട്രിയ ഇരുന്നുകൊണ്ട് എല്ലാവർക്കും മഞ്ഞ കുപ്പായം ഒപ്പിക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഇതാണ് ഞങ്ങളുടെ കല്യാണ പെണ്ണ്. അവര് മുംബൈ തന്നെ സെറ്റിലാണ്. അപ്പൊ ഇന്നത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹൽദിയും സംഗീതും കൂടെ ഒരുമിച്ചാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹൽദി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്. എത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഹൽദിയുടെ മെയിൻ ഫംഗ്ഷൻസ് ഒക്കെ എനിക്ക് മിസ്സായി. വന്നപ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഡാൻസ് തുടങ്ങാൻ സമയമായിരുന്നു. അപ്പൊ ആദ്യ പരിപാടികൾ പെണ്ണുവീട്ടുകാരുടെ വകയായിരുന്നു. കല്യാണ പെണ്ണായ അശ്വതിയുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും സിസ്റ്ററിൻലോയും ഒക്കെയാണ് ആദ്യം പരിപാടികൾ അവതരിപ്പിച്ചത്. അവരുടെയൊക്കെ വൈബ് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. 10 കൊല്ലം മുന്നേ ആയിരുന്നു എന്റെ കല്യാണം. അന്ന് ഹൽദിക്കും സംഗീതനും ഇത്ര ഒരു പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ കല്യാണത്തിന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കണ്ടപ്പോൾ തോന്നി അയ്യോ മിസ്സായി പോയിന്ന്. ഇത് ദേ അശ്വതിയുടെ അമ്മയും അമ്മയുടെ ഫ്രണ്ട്സും അവതരിപ്പിച്ചൊരു ഡാൻസ് ആണ്. ആ കല്യാണത്തിന്റെ വൈബില് അവര് സ്റ്റേജിൽ കയറി കളിക്കാൻ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, അതിനാണ് കൈ കൊടുക്കേണ്ടത്. ഹിന്ദി, മലയാളം, തമിഴ്, കന്നഡ അങ്ങനെ പല സോങ്സും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ഇതേ എന്റെ കസിൻ ബ്രദറിനെയും പിടിച്ചവർ സ്റ്റേജ് കയറ്റിയിട്ടുണ്ട്. എന്റെ അറിവില് ദീപ് ഇതുവരെ അങ്ങനെ സ്റ്റേജിൽ കയറി ഡാൻസ് ഒന്നും കളിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ കയറി കളിക്കാൻ കാണിച്ച ഒരു മനസ്സ് അത് സൂപ്പർ. എന്നെയും അവർ വെറുതെ വിട്ടില്ല. ചെക്കന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഡാൻസ് ഒന്നും അവതരിപ്പിക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് എന്നെയും പിടിച്ചവർ കയറ്റി. ഒറ്റ ദിവസം കൊണ്ട് പാട്ടെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് അതിന് സ്റ്റെപ്പ് ഇട്ട് ഞാനും കളിച്ചു ഒരു ഡാൻസ്. അവസാന നിമിഷത്തിൽ എന്റെ പാട്ട് സെറ്റ് ചെയ്ത് തന്നതിന് ശില്പയോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. പരിപാടി എന്തായാലും കളറായി. അവസാനം ദേ ഈ കുഞ്ഞു പണികൾ കയറി ഡാൻസ് കളിച്ചത് അത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. ആ ചെറിയ വാവ സ്റ്റെപ്സും ആക്ഷനും എക്സ്പ്രഷനും ഒന്നും ഒരു രക്ഷയില്ല. നിങ്ങൾ നോക്കിക്കേ എന്ത് രസമായിട്ട് ആ കുണുങ്ങി കുണുങ്ങി കളിക്കുന്നതെന്ന്. പിന്നെ കലാശക്കൂട്ടായിട്ട് എല്ലാവരും കൂടെ സ്റ്റേജിൽ കയറി ഡാൻസോട് ഡാൻസ്. അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാണ്ട് വിശപ്പിന്റെ വിളിയിങ് വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഫുഡ് കഴിക്കാനങ്ങ് പോയി. വെജും നോൺ വെജും ആയിട്ട് കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ടൊമാറ്റോ സൂപ്പിൽ തുടങ്ങി പൂരി, നാന്, ഗീ റൈസ്, പനീർ കറി, വെജ് മഞ്ചൂരിയൻ, ചിക്കൻ ചെട്ടിനാട്, ബട്ടർ ചിക്കൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഡെസേർട്ടായിട്ട് ഗുലാബ് ജാമും ഐസ്ക്രീമും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് ഫാമിലി ഫോട്ടോസും എടുത്ത് ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോയി.